യെസ്, ഞാൻ ബിസിനസ്സുകാരോട് പറയാറുണ്ട്, ഞാൻ പറയുമ്പോഴല്ലേ പ്രയാസമായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ദേഷ്യം തോന്നുള്ളൂ. നിങ്ങൾ എഐയോട് ചോദിക്കേ, ചാറ്റ് ജിപിടിയോട് ചോദിക്കേ, നിങ്ങളുടെ സർവീസ് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ബിസിനസ്സിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വേണം. സോട്ട് അനാലിസിസ് എന്ന് പറയും. അതായത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്, എന്തൊക്കെ ചേഞ്ചസ് വരണം എന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പ്രയാസം തോന്നും. പകരം എന്ത് ചെയ്യുക, നിങ്ങൾ ചാറ്റ് ജിപിടിയോട് ചോദിക്കുക. അപ്പൊ ചോദിക്കുമ്പോൾ ചാറ്റ് ജിപിടി സോട്ട് അനാലിസിസ് നിങ്ങളുടെ ബിസിനസിന്റെ സർവീസിട്ട് തരും. അത് വെച്ചൊന്ന് അനലൈസ് ചെയ്യും. ഞാൻ എക്സാമ്പിൾ പറയാം. നമുക്ക് ഇന്ത്യൻ കോഫിയേഴ്സ് എടുക്കാം. അപ്പൊ ഇന്ത്യൻ കോഫിയേഴ്സ് എന്ന് പറയുന്നത് 1957 മുതലുള്ള ഒരു സ്ഥാപനമാണ്. 500 ഔട്ട്ലെറ്റ് ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. അത്തരം ഒരു സ്ഥാപനം അവരുടെ കൾച്ചറിലൊരു മാറ്റം വരുത്തേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നെ കുറെ പേര് പൊങ്കാലിക്കിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്, വളരെ പ്രത്യേകം പോയിന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഇന്ത്യൻ കോഫിയേഴ്സിൽ പോവുകയാണെങ്കിൽ എത്ര ജെൻസി പിള്ളേരെ നമുക്കിവിടെ കാണാൻ പറ്റും? ഒരു 25 താഴെയുള്ള എത്ര പേര് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്? അപ്പൊ ഒന്ന് ഓർക്കണം, മോഹൻലാൽ കുറച്ച് മുൻപ് ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് അദ്ദേഹത്തിന്റെ എന്താ പറയാ ഹാങ് ഔട്ട് പ്ലേസ് ആയിട്ട് ഇന്ത്യൻ കോഫിയേഴ്സിന് ഉപയോഗിക്കുന്നുണ്ടെന്ന്. അത്തരം ഒരു ആഡ് കൊടുത്തിട്ട് പോലും എന്തുകൊണ്ട് ജൻസി വരുന്നില്ല? കാരണം അവർ കാലത്തിനനുസരിച്ച് മാറാനായിട്ട് വിമുഖത കാണിക്കുന്നുണ്ടോ എന്ന തോന്നൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ബിസിനസ്സിനകത്ത്, നിങ്ങളുടെ സർവീസിനകത്ത്, പ്രോഡക്റ്റിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ എഐയോട് ചോദിച്ചാൽ അവർ പറയുന്ന മാറ്റങ്ങളെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും. ശരിയല്ലേ?